അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ലൈംഗിക ചൂഷണങ്ങൾ ദിനേനയെന്നോണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒന്നും കേട്ടുകേൾവിയില്ലാത്ത പീഡന വാർത്തകളാണ് കുട്ടികളുടെ ബാല്യങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം സാംസ്കാരിക ജീർണതയിലേക്കുള്ള ദൂരം കുറച്ചു എന്നത് ഒരു വസ്തുത മാത്രമാണ്. മത നിരാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി കൃത്യമായ ആസൂത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ ഇവിടെയുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിൻ്റെയും മതമൂല്യങ്ങളുടെയും അടിവേരുകൾ തകർത്തിട്ടാണെങ്കിലും ശരി, മേൽ സൂചിപ്പിച്ച ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി തിന്മയുടെ ശക്തികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാല്യകാലം തൊട്ട് തന്നെ സ്വാഭിമാനവും സ്വയം മതിപ്പും നഷ്ടപ്പെടുത്തി നമ്മുടെ വളരുന്ന യുവതലമുറയെ പരിശീലിപ്പിച്ചെടുക്കാനാണ് ഇവർ ഗൂഢമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും സ്വായത്തമാക്കേണ്ട ധാർമ്മിക പാഠങ്ങൾ അപരവൽക്കരിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് അഭിമാനബോധമുള്ള ഒരു തലമുറയുടെ സുരക്ഷിതമായ ഭാവി കൂടിയാണ്. സച്ചരിതരായ സ്വഹാബികളുടെ ചരിത്രം വളച്ചൊടിക്കാനും ഇസ്ലാമിക പ്രമാണങ്ങളുടെ ആധികാരികതയിൽ സംശയം ജനിപ്പിക്കാനും ബോധപൂർവമായ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന്റെ ഭാഗമായാണ്. അന്തസ്സും അഭിമാനവും പൈതൃകവുമുള്ള മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യത്തിൽ സംശയം ജനിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക ജീർണതയിലേക്കും നിരാസത്തിലേക്കും വഴി എളുപ്പമാവുമെന്ന് ശത്രുപക്ഷത്തുള്ളവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തിന്മകൾ സാർവത്രികമാക്കുക എന്നതും തെറ്റുകൾ സാമാന്യവൽക്കരിച്ച് നന്മയുടെ പക്ഷം ചേരുന്നത് അപകടകരമായ കാര്യമാണെന്ന മാനസികാവസ്ഥയിലേക്ക് ഭൂരിപക്ഷത്തെ എത്തിക്കുക എന്നതും ഇവരുടെ ആസൂത്രണത്തിന്റെ ഭാഗം തന്നെയാണ്. കർമ്മോത്സുകതയും ആത്മവീര്യവും നിഷ്കളങ്കതയും പഠനശേഷിയുമുള്ള കുലീന കുടുംബത്തിലെ മക്കളെ വരെ അധാർമികതയുടെ ആലയത്തിലേക്ക് ആനയിക്കാനും അവിടെ തന്നെ അവരുടെ ശിഷ്ടജീവിതം തളച്ചിടാനും ഇവർ ആഗ്രഹിക്കുന്നു. കൗമാരത്തിലെത്തുന്നവരെ അനുനയിപ്പിക്കാനും പ്രീണിപ്പിക്കാനും തങ്ങളുടെ ടാർഗറ്റിലേക്ക് കൊണ്ടുവരാനും വളരെ എളുപ്പമാണ്. കൗമാരക്കാരുടെ മാനസികാവസ്ഥയും ജൈവശാസ്ത്രവും മനസ്സിലാക്കി ബുദ്ധികൂർമ്മതയോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഗ്യാങ്ങുകൾ ഇന്ന് നാട്ടിൽ സജ്ജമാണ്. ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആഭാസകരവും മനസ്സിന്റെ സമനില തന്നെ തകരാറിലാക്കുന്ന നേർക്കാഴ്ചകൾ ഒരു ലഹരി എന്നോണം അവരുടെ ജീവിതത്തെ പിടിച്ചുലക്കുകയാണ്. തങ്ങൾ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ശക്തമായി മനസ്സിലുണ്ടായാൽ പോലും ചെന്നുപെട്ട സുഹൃദ് വലയത്തിൽ നിന്നും മോചനം തേടാൻ ഏറെ പ്രയാസകരമാണ്. പഠനത്തിൽ മികവ് പുലർത്തുന്ന നല്ല കുടുംബത്തിലെ കുട്ടികൾ പോലും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നും അയൽപ്പക്കങ്ങളിൽ നിന്നും സുഹൃത്ത് വലയങ്ങളിൽ നിന്നും പഠന സ്ഥാപനങ്ങളിൽ നിന്നും ലൈംഗിക ആഭാസങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാവുന്നുണ്ട്. ഇത് പലപ്പോഴും പുറത്തു പറയാനുള്ള ധൈര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാവാറില്ല. ഏറ്റവും അടുത്ത രക്തബന്ധങ്ങളിൽ നിന്ന് പോലും കുട്ടികൾക്ക് ലൈംഗിക ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നത് പഠനവും സർവേകളും ബോധ്യപ്പെടുത്തുന്ന വസ്തുതയാണ്. ലഹരിക്കടിമപ്പെട്ട ഒരു യുവാവ് കൗൺസിലിംഗിന് വിധേയമായപ്പോൾ ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങളോട്, പ്രത്യേകിച്ച് നമസ്കാരത്തോട് വിമുഖത കാണിച്ചപ്പോൾ എന്താണതിന് കാരണമെന്ന് അന്വേഷിക്കേണ്ടി വന്നു. മത നേതൃത്വത്തിലുള്ള ഒരു മാന്യനിൽ നിന്നും ഉണ്ടായ ലൈംഗിക ദുരനുഭവങ്ങളാണ് കുട്ടിയെ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജനങ്ങളെ ധർമ്മനിഷ്ഠയിലേക്ക് വഴി നടത്താൻ നേതൃത്വം നൽകുന്ന ഇവരുടെ സ്വകാര്യ ജീവിതം ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടേത് എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം കൗൺസിലറോട് ചോദിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം വിമലീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചതാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ജനനം തൊട്ട് മരണം വരെ ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായ ഹദീസുകളെയും സ്വജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയും പ്രകാരം ഓരോ വിശ്വാസിയും സന്നദ്ധമാവുക എന്നതാണ് ഇരുലോക ജീവിതങ്ങളിൽ ശാന്തിയും നിർഭയത്വവും കൈവരിക്കാനുള്ള ഏക പോംവഴി. അള്ളാഹുവിന്റെ സ്മരണയെ അവഗണിക്കുന്നവർക്ക് ഇവിടെയുള്ള ജീവിതം കുടുസായിരിക്കും എന്നത് ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക. നമുക്ക് ഈ ജീവിതം ഔദാര്യമായി നൽകിയ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അവഗണിച്ചു കഴിഞ്ഞാൽ പരലോക ജീവിതവും ഇഹലോക ജീവിതവും ദുസ്സഹമാവും എന്നത് നാം മനസ്സിരുത്തേണ്ട പാഠമാണ്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ
وعلى آله وأصحابه أجمعين. السلام عليكم ورحمة الله. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.